ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ കേരള വാണിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ ഡോക്ടർ ലൂർദ് എന്ന പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിലെ ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ ബിനു സെബാസ്റ്റ്യനാണ്. സ്വാഗതം മാഡം. 2019 അവസാനത്തോടെ ചൈനയിലെ വുഹാനിൽ ഉത്ഭവിച്ച് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിച്ച കൊറോണ വൈറസ് ഡിസീസ് അഥവാ കോവിഡ്-19. ഈ മഹാമാരിയുടെ കാലം വലിയ ആശങ്കയുടെയും കാലമാണ്, പ്രത്യേകിച്ചും ഗർഭിണികൾക്കും അവരുടെ ബന്ധുക്കൾക്കും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ കോവിഡ് കാലത്ത് ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. മാഡം, ജനങ്ങളാകെ ഭീതിയിലാണ്, വലിയ ആശങ്കയിലുമാണ്. ഈ കൊറോണ കാലത്ത് ഗർഭിണികൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വിശദമാക്കാമോ? ഗർഭിണികളിലും റിലേറ്റീവ്സും ഒത്തിരി ടെൻസ്ഡ് ആയിരിക്കുന്ന സമയമാണ്. ഡോക്ടർ സാറിന് പറഞ്ഞത് ശരിയാണ്. അവർ കൂടുതലും ചിന്തിക്കുന്നത് അവർക്ക് കോവിഡ് ഇൻഫെക്ഷൻ വരുമോ, വന്നാൽ ഒരുപാട് രൂക്ഷമായിരിക്കുമോ, അതൊക്കെയാണ് അവർ പേടിക്കുന്ന കാര്യം. അപ്പം ഒരു കാര്യം ഓർക്കുക, ഗർഭിണികൾക്ക് സാധാരണ ആളുകളെക്കാട്ടിലും രോഗപ്രതിരോധ ശേഷി സ്വല്പം കുറവാണ്. ശരീരത്തിൽ വരുന്ന ചേഞ്ചസ് കൊണ്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ചുറ്റും നിൽക്കുന്ന ആളുകളെക്കാട്ടിലും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കുറച്ച് അവർക്ക് കൂടുതലുണ്ട്. പിന്നെ കോവിഡ് ബാധിച്ചാലും രൂക്ഷമാവുമെന്ന് ഓർത്ത് പേടിക്കേണ്ടതില്ല. 1-2% ആളുകൾക്ക് കോവിഡ് ബാധിച്ചാലും രൂക്ഷമായിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ അതും പേടിക്കേണ്ട കാര്യമായിട്ടുള്ളതല്ല. പിന്നെ നമുക്ക് ഗർഭിണികൾക്ക് രോഗം വരാൻ സാധ്യതയുണ്ടെന്ന് അറിയുമ്പോൾ ഗവൺമെൻറ്റും ആരോഗ്യ പരിപാലകർ നമുക്ക് തന്നിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ കർശനമായിട്ട് പാലിക്കുക. ഗർഭിണികൾ പരമാവധി വീട്ടിൽ തന്നെ ആയിരിക്കാൻ നോക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ലതായിട്ട് വെള്ളം കുടിക്കുക, വിസിറ്റേഴ്സിനെ കുറയ്ക്കുക, വേറെ പ്രോഗ്രാംസിലൊന്നും പങ്കെടുക്കാതെ നോക്കുക, വേറെ ഇൻഫെക്ഷൻ അവർക്ക് കിട്ടാതെ നോക്കുക. അത് അവർ കർശനമായിട്ട് പാലിക്കണം. പിന്നെ ഒരു കാര്യം നമുക്ക് നോക്കാനുള്ള, ഗർഭിണികൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ് ഹോസ്പിറ്റൽ വിസിറ്റ്, ഒബ്സ്റ്റട്രീഷ്യനെ വിസിറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അവർ ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞ് അപ്പോയിൻമെൻ്റ് എടുത്ത് അവിടെ പറയുന്ന സമയത്ത് തന്നെ അവിടെ എത്തുക. ആൾക്കൂട്ടത്തിൽ പെടാതിരിക്കാനാണ് അങ്ങനെ പറയുന്നത്. അപ്പം പേഷ്യൻറ്റും കൂടെ വരുന്ന ആൾ മാസ്ക് ധരിക്കണം. അവർക്ക് ഒരു ഹാൻഡ് സാനിറ്റൈസർ, ആൽക്കഹോളുള്ള ഹാൻഡ് സാനിറ്റൈസർ കയ്യിൽ കരുതാം. കുറച്ച് സ്നാക്സ്, വെള്ളമെല്ലാം കയ്യിൽ കരുതാം. മിക്കവാറും എല്ലാ ഹോസ്പിറ്റലുകളിലും വന്ന് കയറുന്ന സ്ഥലത്ത് തന്നെ സോപ്പും വെള്ളവും കൈ കഴുകി അകത്ത് കയറാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ടെമ്പറേച്ചർ ഉണ്ടോ എന്ന് നോക്കി സ്ക്രീൻ ചെയ്ത് അകത്ത് കയറ്റി കഴിഞ്ഞ് ഹോസ്പിറ്റൽ ഒപിയുടെ അവിടെയോ അല്ലെങ്കിൽ സ്കാൻ റൂമിലോ ലാബിൻ്റെ അവിടെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, ആൾക്കൂട്ടത്തിൽ പെടാതിരിക്കാനായിട്ട്. പിന്നെ മിക്കവാറും പ്രതലങ്ങളിലൊക്കെ സ്പർശിക്കാതിരിക്കുക, ഡോർ ഹാൻഡിലിൽ തൊടാതിരിക്കുക, സ്റ്റെയർ കേസ് കയറാൻ നേരത്താണെങ്കിലും കൈപിടിയിലൊക്കെ പിടിക്കാതിരിക്കുക. ഇനി അഥവാ പിടിക്കേണ്ടി വന്നാലും കയ്യിലൊരു ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ സാധാരണ കാണുന്നത് ഒപ്പിയിൽ വന്ന് കയറുമ്പോൾ തന്നെ അവർ മാസ്ക് മാറ്റും, അല്ലെങ്കിൽ ഒരു ബാഗിൽ വെക്കും, അതല്ലെങ്കിൽ മാറ്റി. മേ ബി ഡോക്ടർക്ക് അവർ പറയുമ്പോൾ മനസ്സിലാവട്ടെ എന്ന് ഉദ്ദേശിച്ചുള്ളതായിരിക്കാം. പക്ഷേ എന്നാലും നമ്മളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യുക. എല്ലാ നിർദ്ദേശങ്ങളും കർശനമായിട്ട് പാലിച്ചാൽ അമ്മയ്ക്കും കുഞ്ഞിനും ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ്, ഗർഭകാലത്തിന്റെ തുടക്കത്തിൽ കോവിഡ് ഇൻഫെക്ഷൻ വന്നാൽ അത് അബോർഷന് കാരണമാകുമോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യം സംഭവിക്കുമോ എന്നൊക്കെയുള്ളത്. ഇതിനെക്കുറിച്ചൊന്ന് വ്യക്തമാക്കാം. ഇതിനുത്തരം പറയുമ്പോൾ ഞാനൊരു കാര്യം പറയുന്നത് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഈ കോവിഡ് വൈറസ് നമ്മളുടെ ഇടയിൽ വന്ന് നമ്മളുടെയൊക്കെ ഇത്രയും പ്രോബ്ലംസിലൂടെ നമ്മൾ വലിച്ചഴിക്കാൻ തുടങ്ങിയിട്ട് 2-3 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ പ്രോബ്ലംസ് വരുന്ന തെളിയിക്കാനുള്ള ഗവേഷണങ്ങളും എല്ലാം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് കിട്ടിയ എവിഡൻസ് അനുസരിച്ച് അങ്ങനെ ഒരു പ്രോബ്ലം അമ്മയിൽ നിന്നും മറുപിള്ള വഴി കുഞ്ഞിലേക്ക് വരാൻ, അതായത് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ വരാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത്. ഇല്ല എന്ന് തന്നെ പറയാം. വുഹാനിൽ നടന്ന സ്റ്റഡിയിൽ 182 ഇൻഫെക്റ്റഡ് പേഷ്യൻസിനെ നോക്കിയതിൽ കുഞ്ഞുങ്ങൾ 3 പേരെ പോസിറ്റീവായിട്ട് കണ്ടിട്ടുള്ളൂ. അതും അവർ ജനിച്ചിട്ട് 36 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പോസിറ്റീവ് കണ്ടത്. അപ്പോൾ അത് കൂടുതലും അമ്മയിൽ നിന്ന് കിട്ടിയതായിരിക്കില്ല, ഗർഭാവസ്ഥയിൽ കിട്ടിയതായിരിക്കില്ല. കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞിട്ട് കോണ്ടാക്റ്റ് വഴി വരാനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ. അപ്പം പിന്നെ നമ്മൾക്ക് വേറെ ഒരു കാര്യം ധൈര്യം തരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് മുമ്പും നമുക്ക് ബാധിച്ച ഇൻഫെക്ഷൻസ് ഉണ്ടായിരുന്നു, സാസ് അങ്ങനെയുള്ള ഇൻഫെക്ഷൻ ആയിട്ടുള്ളത്. അപ്പോൾ അതില്ലാത്ത നടന്ന സ്റ്റഡികളിലാണെങ്കിലും അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് കിട്ടിയതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. അത് കുറച്ചും കൂടി നമുക്ക് ധൈര്യം തരുന്നുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം, കോവിഡ് ആയിക്കൊള്ളണമെന്നില്ല, വേറെ എന്ത് ഇൻഫെക്ഷൻ, എന്ത് അസുഖം അമ്മയ്ക്ക് ഗർഭകാലത്ത് വന്നാലും കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ അത് ബാധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ സമയത്ത് ഗർഭത്തിൻ്റെ തുടക്കത്തിൽ വന്നാൽ അബോർഷനാകാം, പിന്നീട് വന്നു കഴിഞ്ഞാൽ ജനിതക വൈകല്യമാകാം, അങ്ങനെയെല്ലാം സംഭവിക്കാവുന്നതാണ്. അത് കോവിഡ് കൊണ്ട് തന്നെയും നമുക്ക് പറയാൻ പറ്റില്ല.
പിന്നെ ഇങ്ങനെയൊരു ചോദ്യത്തിന് ശരിക്കുമുള്ള ഉത്തരം തരണമെങ്കിൽ ഗർഭത്തിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ 3 മാസത്തിനകത്ത് കോവിഡ് ബാധിച്ച ആളുകളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയുടെ കൺക്ലൂഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. മേ ബി 9-10 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുമായിരിക്കും. പക്ഷെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന എവിഡൻസ് അനുസരിച്ച് കോവിഡ് കൊണ്ട് അബോർഷനോ കുഞ്ഞിന് പ്രോബ്ലമോ വരാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാവുന്നതാണ്. പനി വരാൻ പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം മാത്രമാണ് COVID-19 ഇൻഫെക്ഷൻ. ഗർഭിണികൾക്ക് പനി വന്നാൽ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ? ഏത് സമയത്താണെങ്കിലും കോവിഡ് ഇല്ലാത്ത സമയത്താണെങ്കിലും പനി വന്നാൽ ഇപ്പോൾ ഒരു ചെറിയ പനി അല്ലെങ്കിൽ ഒരു ജലദോഷം അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡോക്ടറിനെ വിളിച്ചതൊരു ഫോൺ വഴിയോ ടെലിമെഡിസിൻ വഴിയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഡോക്ടർ പറയുന്ന മെഡിസിൻ, പനിയുടെ മരുന്നോ ജലദോഷത്തിൻ്റെ മരുന്നോ ഡോക്ടർ പറയുന്ന ഡോസ് അനുസരിച്ച് കഴിച്ചു നോക്കാം. അതുകൊണ്ട് പനി കുറഞ്ഞു പ്രോബ്ലം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അറിയേണ്ട കാര്യമില്ല. പക്ഷെ അതുകൊണ്ട് കുറയുന്നില്ല, അതിൻ്റെ കൂടെ തന്നെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് വേറെ പ്രോബ്ലംസ് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ ഹോസ്പിറ്റലിൽ വരിക, അപ്പോയിൻമെൻ്റ് എടുത്ത് തന്നെ വരണം, നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഒരു ഗർഭിണിക്ക് പനി വന്നാൽ അത് വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് തന്നെ ആയിക്കൊള്ളുന്നില്ല, വേറെയും കാരണങ്ങളുണ്ട്. ചിലപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ആകാം, ഡെൻ്റൽ ഇൻഫെക്ഷൻ ആകാം, അതല്ലെങ്കിൽ ഹൈ ലീക്ക്, അതായത് കുഞ്ഞി കിടക്കുന്ന വെള്ളസഞ്ചിയുടെ മുകളിലായിട്ട് ചെറിയൊരു ബ്രേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ചായിട്ടേ വെള്ളം പോലെ വരത്തുള്ളൂ. പേഷ്യൻ്റ് ചിലപ്പോൾ അതൊരു നോർമൽ ഡിസ്ചാർജ് ആയിട്ട് കാണാം. അങ്ങനെ അവർ മിസ് ചെയ്ത് പോയി കുറച്ച് നാൾ ആവുകയാണെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ട് പനിയായിട്ട് വരാം. അപ്പോൾ ഗർഭിണികൾ വരുമ്പോൾ പനിയായിട്ട് വരും. ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ റൂൾ ഔട്ട് ചെയ്തിട്ട് വേണം നമുക്ക് കൊറോണ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ള സ്ക്രീനിങ്ങിലേക്ക് പോകുവാനായിട്ട്. COVID-19 ഇൻഫെക്ഷനെ ചെറുക്കാനായി ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്ന പല മാർഗനിർദ്ദേശങ്ങളുമുണ്ട്. അതിൽ ചിലതാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക, അതുപോലെ കഴിവതും വീടിനുള്ളിൽ തന്നെ കഴിയുക എന്നൊക്കെ. ഇത് ഈ ഗർഭിണികളുടെ ആന്റിനേറ്റൽ ചെക്കപ്പിനെ എങ്ങനെ ബാധിക്കും? അവരുടെ ചെക്കപ്പിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധ്യമാണോ? സാധിക്കും. ഗർഭിണികൾക്ക് എന്തായാലും നമുക്ക് ഒബ്സ്റ്ററ്റിക്കിൻ്റെ അടുത്ത് വന്ന് ചെക്കപ്പ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കോവിഡ് വരുന്നതിന് മുമ്പുള്ള കാലത്ത് നമ്മൾ ആദ്യം തന്നെ പ്രഗ്നൻസി ഡയഗ്നോസ് ചെയ്ത സമയത്ത് മേ ബി 1 or 2 days മിസ് ചെയ്താലും അവർ വന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെന്ന് കണ്ട് പിന്നെ അവർ സ്കാനിന് വരിക. ചിലപ്പോൾ 2 സ്കാൻ ആദ്യത്തെ 3 മാസത്തിനകം ചെയ്യും സാധാരണ. പിന്നെ 28 ആഴ്ച വരെ മാസത്തിലൊരിക്കൽ വരിക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ആഴ്ച കൂടുമ്പോൾ വരിക. 36 ആഴ്ച ആയി കഴിഞ്ഞാൽ പിന്നെ 1 ആഴ്ച 10 ദിവസം കൂടുമ്പോൾ വരിക. അങ്ങനെയാണ് നമ്മൾ ഇതുവരെ പാലിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കോവിഡ് കാലത്ത് ആൾക്കൂട്ടത്തിൽ പെടാതിരിക്കണം എന്നുള്ള ഇതനുസരിച്ച് നമ്മൾ RCOG ACOG ഗൈഡ് ലൈൻസ് അനുസരിച്ച് അവരുടെ ആന്റിനേറ്റൽ ചെക്കപ്പ് 3-1 കുറച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും തിരിച്ചു വരാം. COVID-19 പ്രതിരോധിക്കുന്നതിനായി ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്ന പല മാർഗനിർദ്ദേശങ്ങളുമുണ്ട്. അവയിൽ ചിലതാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക, കഴിവതും വീടിനുള്ളിൽ തന്നെ കഴിയുക എന്നിവയൊക്കെ. ഇതൊക്കെ ഗർഭിണികളുടെ ആന്റിനേറ്റൽ ചെക്കപ്പിനെ എങ്ങനെ ബാധിക്കും? ഈ ആന്റിനേറ്റൽ ചെക്കപ്പിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്താൻ സാധിക്കും? ആന്റിനേറ്റൽ ചെക്കപ്പ് ഗർഭിണികൾക്ക് എന്തായാലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കോവിഡ് കാലത്തിന് മുമ്പായിട്ട് അവർ മിക്കവാറും ആദ്യം പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായിട്ട് കാണുമ്പോൾ തന്നെ വരിക, പിന്നെ അപ്പോൾ ഒരു സ്കാൻ, പിന്നെ 3 മാസത്തിൽ സ്കാൻ, അങ്ങനെയാണ് അവർ വന്നുകൊണ്ടിരുന്നത്. അതായത് 28 ആഴ്ച വരെ മാസത്തിലൊരിക്കൽ നിർബന്ധമായിട്ട് വരിക. അത് കഴിയുമ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ 36 ആഴ്ച വരെ, പിന്നെ ആഴ്ചയിൽ 1 കിലോ 10 ദിവസം കൂടുമ്പോഴോ വരിക. അങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്.
പക്ഷെ ഇപ്പം അവർക്ക് ഈ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആൻറ്റിനേറ്റൽ വിസിറ്റിൻ്റെ എണ്ണം കുറച്ചാണ് അഡ്വൈസ് ചെയ്യുന്നത്. അതായത് ഇപ്പം പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായിട്ട് കണ്ടാൽ തന്നെ അവർക്ക് ഡോക്ടറിനെ വിളിക്കാം. ദാറ്റ് ഈസ് ചെയ്തോ ഫോൺ വഴിയോ വാട്സപ്പ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമോ, ടെലിമെഡിസിൻ വഴിയായിട്ട്. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, പനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ബ്ലീഡിംഗ് ഉണ്ടോ, വയറുവേദനയുണ്ടോ, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഡോക്ടറോട് സംസാരിക്കാം. പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് കഴിച്ച് 3 മാസം ആകുമ്പോഴാണ് അവർക്ക് ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ 3 മാസത്തിൽ അവർക്ക് ആദ്യത്തെ സ്കാൻ ചെയ്യാം. അപ്പോൾ അതിൽ നമുക്കറിയാം ഗർഭപാത്രത്തിൽ തന്നെയാണോ, നോർമലായിട്ട് വളർന്നു വരുന്ന പ്രഗ്നൻസിയാണോ, അതോ ബ്ലൈറ്റഡ് ഓവം, വെസിക്കുലർ ഹോർമോൺ, മുന്തിരിക്കൊല ഗർഭം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞിന് എന്തെങ്കിലും ക്രോമസോമൽ അനോമലിയുടേതായിട്ട് പ്രോബ്ലംസ് ഉണ്ടോ എന്നറിയാൻ നമ്മളൊരു ഡബിൾ മാർക്കർ ടെസ്റ്റ് ചെയ്യാറുണ്ട് ആ സമയത്ത്. അതിൻ്റെ കൂടെ ഗർഭിണികൾക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന ബ്ലഡ് ആൻഡ് യൂറിൻ ഇൻവെസ്റ്റിഗേഷൻ, അതുമെല്ലാം ആ വിസിറ്റിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഒറ്റ വിസിറ്റ് കൊണ്ട് തീർക്കാം. അതിൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് മെഡിസിൻ കൊടുത്ത് പിന്നീട് അവർ 5 മാസത്തിൽ വന്നാൽ മതി. അപ്പോൾ 5ാമത്തെ മാസത്തിൽ വരുമ്പം അവർക്ക് ഡീറ്റെയിൽഡ് അനോമലി സ്കാനാണ് വേണ്ടത്. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് അനോമലി സ്കാൻ ചെയ്യാനായിട്ട് പേഷ്യൻ്റ് വരുമ്പോൾ പേഷ്യൻ്റ് വെയിറ്റ് കൂടിയിട്ടുണ്ടോ, പേഷ്യൻ്റ് രക്തക്കുറവായിട്ട് കാണുന്നുണ്ടോ, BP എങ്ങനെയുണ്ടോ, അങ്ങനെയുള്ള പരിശോധനകളൊക്കെ നടത്തി സ്കാൻ നോക്കി അതിലും പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ പിന്നീട് അവർ വരേണ്ടത് 7ാം മാസത്തിലാണ്, അതായത് 28 ആഴ്ചയാണ്. ആ സമയത്ത് കുഞ്ഞിൻ്റെ വളർച്ച നോക്കുക, നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ നോക്കുക. അതിൻ്റെ കൂടെ നമുക്ക് 2 സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യാനുണ്ട്. ഒന്ന്, ഗർഭകാലത്ത് പ്രമേഹത്തിൻ്റെ പ്രോബ്ലംസ് ഉണ്ടോ എന്നറിയാം. നമുക്കറിയാം ആദ്യത്തെ വിസിറ്റിൽ തന്നെ നമ്മൾ ഡയബറ്റീസിനുള്ളൊരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തതാണ്. അത് നോർമൽ ആണെങ്കിലും ഒന്നും കൂടി നമുക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഏഷ്യൻസ് ആണ്, ഹൈ റിസ്ക് ഗ്രൂപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്യാം. പിന്നെ രണ്ടാമതായിട്ടുള്ളത്, ഇപ്പോൾ പേഷ്യൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ആണ്, ഓൾറെഡി അവർ ഐസോഇമ്മ്യൂണൈസ്ഡ് ആണോ എന്ന് അറിയാനായിട്ട് നമ്മളൊരു ഇൻഡയറക്റ്റ് ഹോം ടെസ്റ്റ് ചെയ്യും. അത് നെഗറ്റീവ് ആണെങ്കിൽ പ്രൊട്ടക്ഷന് വേണ്ടി ആൻറ്റിബോഡി ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടത് ആ സമയത്താണ്. അതുകൊണ്ടാണ് പിന്നത്തെ വിസിറ്റ് 28 ആഴ്ച വേണമെന്ന് പറഞ്ഞത്. അതിലും പ്രോബ്ലംസ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരൊരു 32-34 ആഴ്ച ആകുമ്പോൾ വന്നാൽ മതി. ആ സമയത്ത് നമുക്കൊരു ഗ്രോത്ത് സ്കാൻ ചെയ്യാം. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നറിയാം. അതിൻ്റെ കൂടെ പേഷ്യൻ്റെ BP, വെയിറ്റ് ഗെയിൻ എത്രയുണ്ട്, അങ്ങനത്തെ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം നോക്കി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ 36 ആഴ്ച തൊട്ട് ഡോക്ടറുടെ ഉപദേശം അനുസരിച്ച് ഒരാഴ്ച 10 ദിവസം കൂടുമ്പോൾ വന്നാൽ മതി. ഞാനീ പറയുന്നതൊക്കെ വേറെ കോമോബിലിറ്റീസ് ഒന്നും ഇല്ലാത്ത പേഷ്യൻസിനാണ്. ഇപ്പോൾ ഓൾറെഡി അവരൊരു ഡയബറ്റിക് ആണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു കാർഡിയാക് പ്രോബ്ലം ഉണ്ട്, അതല്ലെങ്കിൽ ഒരു ക്രോണിക് ഹൈപ്പർടെൻസീവ് പേഷ്യൻ്റ് ആണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ അവരുടെ അവസ്ഥയനുസരിച്ച് നമുക്ക് വിസിറ്റിൽ വ്യത്യാസം വരുത്തി കൊടുക്കാം. എന്നാലും ഓരോ വിസിറ്റിലും അവർ സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്ത് തന്നെ വരണമെന്ന് നമുക്ക് അവരോട് പറയാവുന്നതുമാണ്. നമുക്കറിയാൻ വേണം, ഈ ലോക്ക്ഡൌൺ കാലത്ത് വാഹന സൗകര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് ലഭിക്കാനായിട്ട്. അപ്പോൾ ഈ മേഡം പറഞ്ഞ 3 മാസം, 5 മാസം, 7 മാസം, പിന്നെ 9 മാസം, ഈ വരാൻ പറഞ്ഞ സമയത്തിനേക്കാളും കുറച്ച് വ്യത്യാസം, 1 ആഴ്ച 2 ആഴ്ചയൊക്കെ വ്യത്യാസം വന്നാൽ അതുകൊണ്ട് കുഴപ്പമുണ്ടോ? വലിയ പ്രോബ്ലംസ് ഇല്ല. എന്നാലും പരമാവധി ആ സമയത്ത് തന്നെ വരാൻ നോക്കുക, എസ്പെഷ്യലി 3ാം മാസത്തെ ഇതിൽ. ബിക്കോസ് ആ സമയത്താണ് നമ്മൾ അറിയുന്നത് നോർമൽ ഗർഭപാത്രത്തിനുള്ളിൽ തന്നെ ഉള്ളതാണോ, രണ്ടാമത് മുന്തിരിക്കൊല ഗർഭം, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ള പ്രഗ്നൻസി ആണോ, കുഞ്ഞിനാണെങ്കിലും ക്രോമസോമൽ അനോമലീസിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സമയമുണ്ട്. ഞാൻ അങ്ങനെ പറയാൻ കാര്യം, ഇപ്പോൾ നമ്മൾ അനോമലി ടെസ്റ്റ് ചെയ്തു, ദാറ്റ് ഈസ് ഡബിൾ മാർക്കർ ടെസ്റ്റ് ചെയ്തു, അതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീടും ചില ഇൻ്റർവെൻഷൻ ചെയ്യണം അത് കൺഫേം ചെയ്യാനായിട്ട്. അതായത് ഗർഭപാത്രത്തിൻ്റെ അകത്തുള്ള വെള്ളം കുത്തിയെടുത്ത് പരിശോധന, ഇതൊക്കെ ഒരു 14-16 ആഴ്ചയ്ക്കകം നമുക്ക് ചെയ്യാനൊക്കുള്ളൂ. അത് കഴിഞ്ഞറിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം, കുഞ്ഞിനെ ഇപ്പം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് അപാകതകളുണ്ട്, ടെർമിനേറ്റ് ചെയ്യേണ്ട ഒരു ഇതാണെങ്കിലും ആരോഗ്യപരമായിട്ടും നിയമപരമായിട്ടും ആ സമയത്ത് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം 3ാം മാസത്തിൽ പരമാവധി ആ സമയത്ത് തന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ വ്യത്യാസം വരാമെന്നുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ 28ാമത്തെ ആഴ്ച വരുന്നത്, ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്യുന്ന ഇതെല്ലാം ഉള്ളത് പരമാവധി ആ സമയത്ത് തന്നെ വരാവുന്നതാണ്. പിന്നെ ഉള്ളത് നമുക്ക് ആൻറ്റിനേറ്റൽ ക്ലാസ്സസ് ഉള്ളത്. അപ്പം ഇപ്പം ഈ കോവിഡ് കാലത്ത് നമ്മൾ ഓൺലൈൻ ആൻറ്റിനേറ്റൽ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആ ക്ലാസ് അങ്ങനെ അറ്റൻഡ് ചെയ്തുള്ള ഇത് വരുമ്പോഴും കുറച്ചും കൂടി അവർക്ക് നേരത്തെ അറിയാമല്ലോ, ഈ സമയത്തൊക്കെ വന്നില്ലെങ്കിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് വേണം. അപ്പോൾ അവർക്ക് അതനുസരിച്ച് അറേഞ്ച് ചെയ്ത് പരമാവധി ആ സമയത്ത് തന്നെ എത്താൻ പറ്റുന്നതാണ്. അങ്ങനെ ശ്രമിക്കുന്നതായിരിക്കും അമ്മയ്ക്ക് കുഞ്ഞിനും നല്ലതായിട്ടുള്ളത്. ഈ ആന്റിനേറ്റൽ ചെക്കപ്പിന്റെ സമയത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്, ഷുഗർ, പ്രഷർ അങ്ങനെ എന്തെങ്കിലും കൂടുതലായി കണ്ടെത്തിയാൽ നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ ഒരു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് റിസ്ക് ഉണ്ടോ? ഇല്ല, കോവിഡ് കാലമാണെന്ന് ഓർത്ത് പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, പാടില്ല എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് സാഹചര്യം അനുസരിച്ച് നമുക്കൊരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ട്.
ഇപ്പോൾ അവർ പേഷ്യൻ്റ് വന്നു, അപ്പോൾ ഒറ്റ ചെക്കപ്പിൽ നമ്മൾ BP കൂടുതൽ കണ്ടു, ഒറ്റ BP റീഡിങ് ഹൈ ആണെന്ന് ഓർത്ത് അഡ്മിഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവരോട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറയാം. ആ സമയത്ത് നമുക്കൊന്ന് PH പ്രൊഫൈൽ നോക്കാവുന്നതാണ്. അപ്പോൾ അത് കണ്ടിട്ട് എന്തെങ്കിലും പ്രോബ്ലമാണ് അവരെ കിടത്തി മോണിറ്റർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ആ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യുക. ഷുഗറിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. ഇപ്പം നമുക്ക് ഒത്തിരി ഹൈ ആയിട്ട് കാണാണ്. ബിക്കോസ് ഷുഗർ കൂടിയാലും പറഞ്ഞപ്പോൾ നമുക്ക് ഒരു ഹൈ റീഡിങ് കണ്ടു, അപ്പോൾ BP-യുടെ ഷുഗറിൻ്റെ മരുന്ന് കൊടുത്ത് വീട്ടിൽ വിടാനായിട്ട് പറ്റില്ല. ബിക്കോസ് ഷുഗർ കൂടിയാലും കുറഞ്ഞാലും കുഞ്ഞിന് ദോഷമായിട്ടുള്ളതാണ്. അപ്പം ഒത്തിരി കൂടി നിൽക്കുകയാണ്, അവർക്ക് മോണിറ്ററിങ് വേണം എന്നാണ് ഡോക്ടർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരെ അഡ്മിറ്റ് ചെയ്യാവുന്നതാണ്. കോവിഡ് കാലമാണെന്ന് ഓർത്ത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ മാഡം, നമ്മൾ ഗർഭിണികൾക്ക് വാക്സിനേഷൻ കൊടുക്കാറുണ്ട്. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വാക്സിനേഷൻ കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? ഏതൊക്കെ വാക്സിനേഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്? കോവിഡ് കാലത്ത് വാക്സിനേഷൻ കൊടുത്തു എന്ന് ഓർത്ത് ദോഷമൊന്നുമില്ല. പക്ഷെ നമുക്ക് കുറച്ചൊരു മോഡിഫിക്കേഷൻ വരുത്താവുന്നതാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഭയക്കുന്ന ഒരു കാലമാണ്. അപ്പം നേരത്തെ കാലത്തൊക്കെ നമ്മൾ 2 ടെറ്റനസ് ടോക്സോയിഡ് ഇഞ്ചക്ഷനാണ് കൊടുത്തിരുന്നത്. പരമാവധി എല്ലാവരും തന്നെ ആദ്യത്തെ 3 മാസത്തിനാണ് ഫസ്റ്റ് ഡോസ് കൊടുത്തു, പിന്നെ 1 മാസം കഴിയുമ്പോൾ സെക്കൻഡ് ഡോസ് കൊടുത്തു, അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ കോവിഡ് കാലത്തിന് മുമ്പ് തന്നെയാണെങ്കിൽ നമ്മൾ അതിന് ചില വ്യത്യാസങ്ങൾ വരുത്തിയിരുന്നു. ഇപ്പം പ്ലെയിൻ TT അല്ല കൊടുക്കുന്നത്, TD വാക്കാണ് കൊടുക്കുന്നത്, ടെറ്റനസിനും ഡിഫ്തീരിയയ്ക്കും. അതായത് നീണ്ട തൊണ്ടവേദന എന്നുള്ളതാണ്. ഡിഫ്തീരിയ അസുഖത്തിനും പ്രോബ്ലം വരാതിരിക്കാൻ നമ്മളത് കൊടുക്കുക. അത് ആദ്യത്തെ ഒരു 14 വീക്സിലാണ് ആദ്യത്തെ ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുക. രണ്ടാമത്തെ ഇഞ്ചക്ഷൻ 34 to 36 വീക്സിൻ്റെ ഇടയിൽ കൊടുക്കുന്നതാണ് നല്ലത്. അത് നമ്മൾ കൊടുക്കുന്നത് TDAP ആണ്, അതായത് ടെറ്റനസും ഡിഫ്തീരിയ പെർട്ടൂസിസ് അതായത് വില്ലൻ ചുമ. അപ്പോൾ ഇതിന് 3നും പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. അതായത് 34 മുതൽ 36 ആഴ്ചയ്ക്ക് ഇടയിൽ കൊടുക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയാൻ കാര്യം, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 6 ആഴ്ചയായ സമയത്ത് നമ്മൾ കുഞ്ഞിന് പെർട്ടൂസിസിനൊക്കെ എഗൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 34-36 ആഴ്ചയിൽ അമ്മയ്ക്ക് വാക്സിനേഷൻ കൊടുത്താൽ അമ്മയിലൂടെ കുഞ്ഞിനും കുറച്ചൊരു ഇമ്മ്യൂണിറ്റി കിട്ടും. അപ്പോൾ ആ കാലം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് ഈ കോവിഡ് കാലത്ത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാര്യം ഇത്തിരി കോസ്റ്റ്ലിയാണ്, പ്ലെയിൻ TTO TD വാക്കിനേക്കാളും കോസ്റ്റ്ലിയാണ് TDAP. എന്നാലും അമ്മയുടെയും കുഞ്ഞിൻ്റെയും സുരക്ഷയ്ക്ക് അത് എടുക്കുന്നത് തന്നെയാണ് നല്ലതായിട്ടുള്ളത്. പിന്നെ ഒരു കാര്യമുള്ളത്, നമുക്കിപ്പം നമ്മൾ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഇതായിട്ടുള്ള സമയമായതുകൊണ്ട് ഒരു ഫ്ലൂ ഷോട്ട് സിംഗിൾ വാക്സിൻ കൊടുക്കാവുന്നതാണ്. അത് അമ്മയ്ക്കും കുഞ്ഞിനും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എഗൻസ്റ്റ് ആയിട്ട് നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ്. ഒരു ഗർഭിണി കോവിഡ് പോസിറ്റീവായി കണ്ടാൽ പിന്നീടുള്ള ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? എല്ലാ ഹോസ്പിറ്റൽസിലും അതിനുള്ള ഫെസിലിറ്റി ഉണ്ടോ? ഇല്ല. കോവിഡ് പോസിറ്റീവ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ തന്നെ ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റൽസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഒരു പേഷ്യൻറ്റ് കോവിഡ് പോസിറ്റീവായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കോവിഡ് കൺട്രോൾ സെല്ലിൽ, അതായത് ദിശ ഓൺലൈനിൽ കോൺടാക്ട് ചെയ്ത് അവർ പറയുന്ന അനുസരിച്ചുള്ള ഒരു സ്ഥലത്തേക്ക് നമുക്ക് ആ പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു പ്രഗ്നൻറ്റ് പേഷ്യൻറ്റ് കോവിഡ് പോസിറ്റീവ് ആണെന്ന് ഓർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അത് അവിടെ ചെന്നിട്ട് പേഷ്യൻറ്റിൻ്റെ രോഗലക്ഷണങ്ങൾ, അവരുടെ ഇൻവെസ്റ്റിഗേഷൻ, എക്സ്റേ ഇതെല്ലാം അനുസരിച്ച് അവരെ കാറ്റഗറൈസ് ചെയ്ത് മൈൽഡ് ടൈപ്പ് ആണോ, മോഡറേറ്റ്, സിവിയർ, ക്രിട്ടിക്കൽ അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടാണ് അവിടെയുള്ള ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അപ്പം നേരത്തെ നമുക്ക് കിട്ടിയിരുന്ന ഗൈഡ് ലൈൻ, അതായത് സ്വല്പ ദിവസങ്ങൾക്ക് മുമ്പ് വരെ കിട്ടിയിരുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ച് മൈൽഡ് കാറ്റഗറിയിൽപ്പെട്ട പേഷ്യൻ്റ്, അതായത് അവർക്കൊരു ചെറിയ പനിയോ ജലദോഷമോ ഉള്ളൂ, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല, ചെസ്റ്റ് എക്സ്റേയിൽ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ പ്രഗ്നൻറ്റ് പേഷ്യൻസിനെ വീട്ടിൽ തന്നെ ക്വാറന്റൈനിൽ മെയിൻറ്റെയിൻ ചെയ്യാം 2 വീക്സ് എന്നുള്ളത് പറഞ്ഞിരുന്നു, പ്രൊവൈഡഡ് അവർക്ക് അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ. പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻസ് അനുസരിച്ച് അവരും ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അവിടെയായി ആ കോവിഡ് ടെസ്റ്റ് നെഗറ്റീവ് ആയി കഴിയുമ്പോഴാണ് പിന്നീട് അവർക്ക് വീട്ടിലേക്ക് പോകാവുന്നതായിട്ടുള്ളത്. ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം, അതായത് അവരിപ്പോൾ നേരത്തെ പ്രസവിപ്പിക്കേണ്ട ഒരു ഇൻഡിക്കേഷനായിട്ട് വരാം, അമ്മയുടെയോ കുഞ്ഞിൻ്റെയോ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് ഇപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി റെസ്പിറേറ്ററി ഡിഫിക്കൽട്ടി വന്നു, ഗർഭപാത്രം ഇതായിട്ട് നിൽക്കുന്നു, ഇപ്പോൾ ഡയഫ്രമാറ്റിക് മൂവ്മെൻറ്റിൽ പ്രോബ്ലം വന്നു, റെസ്പിറേറ്ററി ബ്രീത്തിങ് പ്രോബ്ലംസ് വന്നു. അപ്പം അത് അമ്മയുടെ റിക്കവറിക്ക് വേണ്ടിയിട്ട് കുഞ്ഞിനെ പുറത്തെടുക്കുന്നതാണ് നല്ലതെന്നൊരിത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കപ്പം അതിൻ്റേതായ ആക്ഷൻ എടുക്കേണ്ടി വരും. അപ്പം അതും അതേ ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യാവുന്നതാണ്. അതല്ല ആ പേഷ്യൻ്റ് ആയിരിക്കുന്ന ഹോസ്പിറ്റലിൽ ഫെസിലിറ്റി ഇല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഹോസ്പിറ്റൽ ഇൻഫോം ചെയ്തിട്ട് പോകാമെന്നാൽ മാത്രമേ അവിടെയുള്ള ഒബ്സ്റ്റട്രീഷ്യൻ, അനസ്തെറ്റിസ്റ്റ്, നിയോനറ്റോളജിസ്റ്റ് എല്ലാവരും സ്റ്റാഫും എല്ലാവരും അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരുക്കിയിരുന്ന് അങ്ങോട്ടേക്ക് പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് ഗർഭിണികളെ മാസം തികയുന്നതിന് മുന്നേ പ്രസവിപ്പിക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കോവിഡ് പോസിറ്റീവായി എന്നോർത്ത് മാസം തികയുമ്പോൾ വെള്ളിന് മുമ്പ് പ്രസവിപ്പിക്കണമെന്നില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും അമ്മയുടെയും കുഞ്ഞിൻ്റെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രസവിപ്പിക്കേണ്ട ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ അമ്മയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു,
അമ്മയ്ക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വന്നിട്ട് ക്രിട്ടിക്കലി ഇല്ലാതിരിക്കുന്നതാണെങ്കിൽ ചെയ്യുന്നത്. അതല്ല ഇപ്പോൾ കുഞ്ഞിൻ്റെ ഇതിൽ നമുക്കറിയാം അമ്മയെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വന്ന് അമ്മ ഇൻഫെക്റ്റഡ് ആണ്, മേ സിവിയർ സ്റ്റേജിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുഞ്ഞിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കുറയും. അപ്പോൾ കുഞ്ഞിയുടെ ഹാർട്ട് റേറ്റിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം കണ്ടു, നമുക്ക് ഉടനെ കുഞ്ഞിനെ പുറത്തെടുത്താലേ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഇത് കണ്ട, അതല്ലെങ്കിൽ ചിലപ്പോൾ പേഷ്യൻ്റ് തന്നെ സ്പോണ്ടേനിയസ് ലേബറിലേക്ക് പോകാം ഇൻഫെക്ഷൻ്റെ ഇതായിട്ട്, അല്ലെങ്കിൽ വെള്ളം പൊട്ടിപ്പോയി അപ്പോൾ നമുക്ക് എന്തായാലും കുഞ്ഞിനെ പുറത്തെടുക്കണം, അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നേരത്തെ പ്രസവിപ്പിക്കേണ്ട ഒരു ഇതായിട്ട് വരുള്ളൂ. ഇത് കോവിഡ് പോസിറ്റീവ് ആയെന്ന് കണ്ട് അപ്പം തന്നെ കുഞ്ഞിനെ പുറത്തെടുക്കണം എന്നുള്ള ഇതില്ല. ഇൻ കേസ് അങ്ങനെ നേരത്തെ പ്രസവിപ്പിക്കേണ്ടി വരികയാണ് അല്ലെങ്കിൽ പ്രീ ടൈം ലേബറിൽ പോവുകയാണെങ്കിൽ നമ്മൾ യൂഷ്വലി കുട്ടിയുടെ ശ്വാസകോശ മെച്യൂരിറ്റിക്ക് വേണ്ടിയും ന്യൂറോ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും കൊടുക്കുന്ന സ്റ്റീറോയിഡ്സ്, മാഗ്നീഷ്യം സൾഫേറ്റ് ഇഞ്ചെക്ഷൻസ് ഉണ്ട്. ഒരു കോവിഡ് പോസിറ്റീവായ അമ്മയ്ക്ക് ഈ ഇഞ്ചെക്ഷൻസ് കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? ഒരു കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ടോപ്പിക്കാണത്. കുഞ്ഞിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്, സ്റ്റീറോയിഡ് 2 ഡോസ് കൊടുക്കാറുണ്ട്. പക്ഷേ ഒരു കോവിഡ് ഇൻഫെക്ഷൻ ഉള്ള അമ്മ, അതായത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഇതായിട്ടുള്ള ഒരു അമ്മയ്ക്ക് നമ്മൾ സ്റ്റീറോയിഡ് കൊടുക്കുമ്പോൾ വരുന്ന പ്രോബ്ലംസ് കണ്ടിട്ടുള്ളത് വൈറൽ ക്ലിയറൻസ് കുറയും. അപ്പോൾ അങ്ങനെ വരുന്ന പേഷ്യൻ്റെ വൈറൽ ലോഡ് അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോൾ റിക്കവറി ടൈം പിന്നെയും ഡിലേഡ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പം സ്റ്റീറോയിഡ് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളിപ്പം 34 ആഴ്ചയ്ക്ക് മുമ്പ് കുഞ്ഞിനെ പുറത്തെടുക്കേണ്ട ഒരു ഇതായിട്ട് വരുവാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ മാക്സെൽഫ് കൊടുക്കാറുണ്ട്. അത് 4 ഗ്രാം ലോഡിംഗ് ഡോസും പിന്നെ മെയിൻ്റെനൻസ് ഡോസ് ഫോർ 24 hours ആണ് കൊടുക്കുക. അപ്പം മാക്സെൽഫിൻ്റെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് നമുക്ക് പേടിപ്പിക്കുന്ന ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ടുള്ളത് റെസ്പിറേറ്ററി ഡിപ്രഷൻ അതുകൊണ്ട് വരുന്നതാണ്. അപ്പം കോവിഡ് ഇൻഫെക്ഷൻ വന്നു, ഓൾറെഡി ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയിട്ട് കിടക്കുന്ന ഒരു ലേഡിക്ക് കുഞ്ഞിൻ്റെ അതായത് അപ്പോൾ ഉള്ള സുരക്ഷയല്ല, കുഞ്ഞിനെ ഭാവിയിൽ എന്തെങ്കിലും ബ്രെയിനിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരാതിരിക്കാനാണ് നമ്മൾ ഈ ന്യൂറോ പ്രൊട്ടക്റ്റീവായിട്ട് മാക്സെൽഫ് കൊടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി റെസ്പിറേറ്ററി പ്രോബ്ലത്തിനുള്ള ഒരു പേഷ്യൻറ്റിന് റെസ്പിറേറ്ററി ഡിപ്രഷൻ വരാവുന്ന ഒരു മരുന്ന് കൊടുക്കുന്നതുകൊണ്ട് വരുന്ന അഡ്വേഴ്സ് എഫക്ട്സ് ആണ് കൂടുതലായിട്ട് വരുന്നത്. മാക്സെൽഫ് കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലതായിട്ടുള്ളത് കോവിഡ് പോസിറ്റീവ് പേഷ്യൻസ്. കോവിഡ് പോസിറ്റീവ് ആയാലും സുഖപ്രസവം സാധ്യമാണല്ലോ മാഡം? തീർച്ചയായും ഇല്ല. കോവിഡ് പോസിറ്റീവ് ആയാലും തീർച്ചയായും സുഖപ്രസവം നോക്കാവുന്നതാണ്. പിന്നെ നമുക്ക് കോവിഡ് പോസിറ്റീവ് ആയാലും എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്റ്റിക് ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സിസേറിയൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അവരുടെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ രക്ഷിക്കാനായിട്ട്. അല്ലാതെ കോവിഡ് പോസിറ്റീവ് എന്ന് വെച്ചാൽ സുഖപ്രസവം പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ സുഖപ്രസവത്തിന് ഓപ്റ്റ് ചെയ്യുന്നവർക്ക് വേദനരഹിത പ്രസവത്തിനുള്ള മാർഗങ്ങൾ അവർ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? അതിനെന്തെങ്കിലും റിസ്ക് ഉണ്ടോ കോവിഡ് പോസിറ്റീവ് ആയവർ? ഇല്ല, ഒത്തിരി പേഷ്യൻസ് ചോദിക്കുന്നതാണ് വേദനയില്ലാത്ത പ്രസവത്തിൻ്റെ സൗകര്യം ഇവിടെ ഉണ്ട്. തീർച്ചയായും ഉണ്ട്, അവർക്ക് കൊടുക്കാവുന്നതാണ്. കോവിഡ് പോസിറ്റീവ് പേഷ്യൻ്റ് ആണെങ്കിലും കോവിഡ് കാലത്ത് വേറെ പേഷ്യൻസ് ചോദിച്ചാലും നമുക്ക് കൊടുക്കാവുന്നതാണ്. ആൻഡ് ലേബർ അനാൽജസിസ് പല മാർഗത്തിൽ നമുക്ക് കൊടുക്കാം. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എപ്പിഡ്യൂറൽ അനാൽജസിയാണ്. അതായത് നടുഭാഗത്ത് ഇഞ്ചക്ഷൻ എടുത്ത് പേഷ്യൻ്റ് വേദനയൊന്നും അറിയാതെ, പേഷ്യൻ്റ് വേദന കൂടുതൽ വന്നാൽ ഇടയ്ക്ക് പിന്നെയും ഡോസിൽ വ്യത്യാസം വരുത്തി കൊടുക്കുക. അപ്പോൾ അതിലൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത് ഞാൻ നേരത്തെയും പറഞ്ഞു, ഇപ്പോൾ നോർമൽ ഡെലിവറി ആക്കിയ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അമ്മയ്ക്കും കുഞ്ഞിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്ന് നമുക്ക് എമർജൻസി സിസേറിയൻ എടുക്കേണ്ടി വന്നാൽ പിന്നീട് മയക്കം കൊടുക്കുവാനുള്ള സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ കുഞ്ഞിനെ വേഗം എടുക്കാൻ പറ്റും. ആ ഒരു രീതിയിലും കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിലും അവർക്കും സേഫ് ആയിട്ടുള്ളത് എപ്പിഡ്യൂറൽ തന്നെയാണ്. പിന്നെ അല്ലാതെ മയക്കം കൊടുക്കുന്ന പോലെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതായിട്ട് വരാണെങ്കിൽ പേഷ്യൻ്റ് തന്നെ ഇൻഹെയിൽ ചെയ്തെടുക്കുന്നത്, അതായത് എൻഡനോസ് നൈട്രസ് ഓക്സൈഡിൻ്റെ ഓക്സിജൻ കോമ്പിനേഷൻ ആയിട്ടുള്ളത് ഇങ്ങനെ ഇൻഹെയിൽ ചെയ്തെടുക്കുന്ന പെയിൻലെസ് ലേബറിൻ്റെ ഇത് നമ്മൾ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻ്റ് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ പ്രസവ സമയത്ത് കോവിഡ് പോസിറ്റീവായ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് ഇൻഫെക്ഷൻ പകരാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല. നമുക്കിപ്പം പ്രസവ സമയത്ത് വരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ ഓൾറെഡി കോവിഡ് വൈറസ് ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അമ്മയുടെ വെജൈനയിലെ സെക്രീഷൻസിൽ അതിലേക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുഞ്ഞിലേക്ക് വരാവുന്നതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈനൽ നടന്ന സ്റ്റഡിയിൽ മറുപിള്ളയിലുണ്ടോ, അതുപോലെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിലുണ്ടോ, യോനിയിലെ സെക്രീഷൻസിലുണ്ടോ, പൊക്കിൾക്കൊടിയിലുള്ള ബ്ലഡിൽ വൈറസ് ഇതൊന്നും ഉള്ളതായിട്ട് ആ സ്റ്റഡിയിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പ്രസവ സമയത്ത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് കിട്ടുമെന്ന് നമുക്കിപ്പോൾ കിട്ടിയ തെളിവനുസരിച്ച് പറയാൻ സാധിക്കില്ല. അത് കഴിഞ്ഞിട്ട് കോണ്ടാക്ട് വഴിയാണെങ്കിൽ കിട്ടാമെന്നേ പറയാൻ പറ്റും. നവജാത ശിശുക്കളുടെ പരിചരണത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നവജാത ശിശുവിൻ്റെ പരിചരണത്തിൽ എപ്പോഴും ആളുകൾക്ക് ടെൻഷൻ, അവർക്ക് മുലയൂട്ടാൻ പറ്റുമോ, മുലപ്പാൽ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരിതാണ്. അപ്പം ബ്രസ്റ്റ് മിൽക്ക് വഴി ട്രാൻസ്മിറ്റഡ് ആവും എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പാല് നിശ്ചയമായിട്ടും കൊടുക്കാം. ഇനി അതെങ്ങനെ കൊടുക്കണം, അമ്മയ്ക്ക് തന്നെ നേരിട്ട് കുഞ്ഞിന് വലിച്ചു കുടിക്കാൻ പറ്റുമോ, അതല്ല എക്സ്പ്രസ് ചെയ്ത് കൊടുക്കണോ എന്നുള്ളത് അതിൻ്റെ കോവിഡ് സ്റ്റാറ്റസ് അനുസരിച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്.
ഇപ്പോൾ പേഷ്യൻ്റ് കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ എക്സ്പ്രസ് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നതാണ് കുഞ്ഞിൻ്റെ സേഫ്റ്റിക്ക് നല്ലത്. കുഞ്ഞിനെ ഐസൊലേറ്റ് ചെയ്യുക. അപ്പോൾ എക്സ്പ്രസ് ബ്രസ്റ്റ് മിൽക്കായിട്ട് നമ്മൾ ബ്രസ്റ്റ് പമ്പിൽ എടുക്കുന്ന സമയത്തും എല്ലാ പ്രിക്കോഷൻസും പാലിക്കുക. അമ്മ മാസ്ക് ധരിക്കണം, കൈ സോപ്പിട്ട് കഴുകുക, ബ്രസ്റ്റ് ക്ലീൻ ചെയ്യുക, ഗ്ലൗ ധരിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് കുഞ്ഞിനെ എടുത്ത് ബ്രസ്റ്റ് പമ്പ് എടുത്ത് അതിൽ പാലാക്കി കുഞ്ഞിന് കൊടുക്കുക. അപ്പോൾ കുഞ്ഞിലേക്ക് അത് കൊണ്ടുപോകുന്ന ആളും ഇതുപോലെ എല്ലാ പ്രിക്കോഷൻസും പാലിക്കുക. അപ്പോൾ അവർക്കാണെങ്കിലും മാസ്ക് ധരിക്കാം, കൈ സോപ്പിട്ട് കഴുകാം, എന്നിട്ട് കുഞ്ഞിന് കൊടുക്കുന്ന പോലെയാക്കാം. അതല്ല ഇപ്പോൾ അവർ കോവിഡ് നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ നമ്മൾ സസ്പെക്ട് ചെയ്യാത്ത ഒരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് സക്ക് ചെയ്യാവുന്നതാണ്. അപ്പോഴും ഈ വക പ്രിക്കോഷൻസ് എല്ലാം നമ്മൾ പാലിക്കണം. ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനെയെല്ലാം നോക്കിയിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വിസിറ്റേഴ്സ് അധികം ഇല്ലാതെ നോക്കുക. വിസിറ്റേഴ്സിനെ പരമാവധി ഒഴിവാക്കുക. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് അസിംറ്റമാറ്റിക് കാരിയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കറിയില്ല വരുന്നവരെങ്ങനെയാണ്, ഇപ്പോൾ കുഞ്ഞിനെ അതിൽ നിന്ന് വരുമോ എന്നുള്ളത് അറിയില്ല, അത് ഒഴിവാക്കുക. പിന്നെ കുഞ്ഞിനെ കിസ് ചെയ്യുന്ന ശീലങ്ങളൊക്കെ നിർത്തുക. പിന്നെ കുഞ്ഞ് ജനിച്ച് ചെയ്യുമ്പോൾ ചില ചടങ്ങുകളുണ്ടല്ലോ, ഇപ്പോൾ മാമോദീസ അല്ലെങ്കിൽ 28 കെട്ട്, അങ്ങനെയുള്ള ആവശ്യങ്ങൾ പരമാവധി ഒഴിവാക്കുക. നടത്തണം എന്നുണ്ടെങ്കിൽ തന്നെ വളരെ ആളുകൾ, ലിമിറ്റഡ് ആളുകളെ മാത്രം വെച്ച് ചെയ്യുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ സുരക്ഷയ്ക്ക് അതായിരിക്കും നല്ലതായിട്ടുള്ളത്. നമ്മൾ ഇതുവരെ ഗർഭകാലം, പ്രസവ സമയത്തുണ്ടാകുന്ന കാര്യങ്ങൾ, പ്രസവത്തിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇതിൽ നിന്നും നമുക്ക് കിട്ടിയ ഒരു മെസ്സേജ് എന്ന് വെച്ചാൽ കുറച്ച് മുൻകരുതലുകൾ എടുത്താൽ ഈ കൊറോണ കാലത്ത് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഗർഭകാലം തരണം ചെയ്യാവുന്നതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻസിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള കോവിഡ് പോസിറ്റീവ് ലേഡിയെ ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നല്ലൊരു ചോദ്യമാണിത്. എപ്പോഴും എല്ലാവരും എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഗർഭിണിയാകുമ്പോൾ മാസം തികയുന്നവരെ പ്രോബ്ലം ഇല്ലാതെ കുഞ്ഞിനെ വഹിക്കാനായിട്ട് ഒരു ലേഡിയിൽ കുറച്ച് ശാരീരിക മാറ്റങ്ങൾ വരും. അതിൻ്റെ ഒരു ഭാഗമായിട്ട് അവർക്ക് രോഗപ്രതിരോധ ശേഷി കുറയുമാണ്. രണ്ടാമതൊരു കാര്യം, ഗർഭിണിയിൽ ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ വന്നാൽ അവർ ഏത് രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുക, എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഗർഭിണികൾ പരമാവധി അത് വരാതിരിക്കാനായിട്ട് നോക്കുക. അപ്പം അങ്ങനെ അവർ ആ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അതെല്ലാം പാലിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഹൈ റിസ്ക് ഗ്രൂപ്പിലിട്ടിരിക്കുന്നത്. അല്ലാതെ പേടിക്കേണ്ടതായിട്ടില്ല. അവരുടെയും കുഞ്ഞിൻ്റെയും സുരക്ഷയ്ക്ക്, 2 ജീവൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ സൂക്ഷിക്കണം എന്നുള്ളൊരു മെസ്സേജ് മാത്രമേ അതിനകത്തുള്ളൂ. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അപ്പം ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു പ്രഗ്നൻസി ആവാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നതിൽ അല്ലെങ്കിൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് പേഴ്സണൽ ചോയ്സ്. ഇപ്പോൾ നമുക്കറിയാം, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഒറ്റ ഹോസ്പിറ്റൽ വിസിറ്റും കൊണ്ട് തീരുന്നതല്ല. ഹസ്ബൻഡും വൈഫും ആദ്യം എത്തി, ഇനിഷ്യലി 2 പേരുടെ ഇവാലുവേഷനൊക്കെ കഴിഞ്ഞു, അതിൽ പ്രോബ്ലംസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കി. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഇൻട്രാക്റ്റീവ് പ്രൊസീജിയർ അവർക്ക് 2 പേരിലും ചെയ്യേണ്ടി വരാം. അതില്ല എന്നുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഓവുലേഷനുള്ള മെഡിസിൻ കൊടുത്ത് ഫോളിക്കുലർ ഇമേജിങ്, അത് ഏത് സമയത്താണ് അണ്ടം മെച്ചുവർ ആകുന്ന സമയത്ത് പുറത്ത് വരുമെന്ന് നോക്കിയാണ് നമുക്ക് മുമ്പോട്ട് ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് പ്രാവശ്യം ഒരു ഹോസ്പിറ്റലിൽ വരേണ്ടി വരും. ഹോസ്പിറ്റലിൽ വന്നു കഴിയുമ്പോൾ അവിടെയുള്ള പേഷ്യൻസും സ്റ്റാഫും ഒക്കെ ആയിട്ട് ഒത്തിരി പ്രാവശ്യം അവർക്ക് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പം ഇൻഫെക്ഷൻ വരാൻ, കോവിഡ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഹസ്ബൻഡും വൈഫും കൂടി തന്നെ അതിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കാര്യങ്ങൾ നോക്കിയിട്ട് അവർക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഈ പ്രോഗ്രാമിനായി അനുവദിച്ചിരിക്കുന്ന സമയം അവസാനിക്കാറായിരിക്കുന്നു. മാഡത്തിന്റെ വിലപ്പെട്ട സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. അടുത്ത എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെ കുറിച്ചായിരിക്കും. നമ്മളോട് പങ്കുചേരുന്നത് ലൂർദ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റ് ഡോക്ടർ അമിത് പി ജോസ് ആണ്. ഡോക്ടർ ബിനു സെബാസ്റ്റ്യൻ പറഞ്ഞതുപോലെ വേണ്ട മുൻകരുതലുകൾ എടുത്താൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ കോവിഡ് കാലത്തെ ഗർഭിണികൾക്ക് തരണം ചെയ്യാൻ പറ്റും. നമ്മുടെയും കുടുംബാംഗങ്ങളുടെയും നാടിന്റെയും സുരക്ഷ നമ്മുടെ കരങ്ങളിലാണെന്നുള്ളത് മറക്കാതിരിക്കുക. നമുക്ക് പ്രത്യാശയുള്ളവരായിരിക്കാം. കരുതലോടെ മുന്നോട്ട് പോകാം. നന്ദി, നമസ്കാരം.